ഹായ് ഐ എം ഡോക്ടർ അൽതാഷ്മ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു പേഷ്യൻ്റ് ക്ലിനിക്കിൽ നിന്ന് പോകുന്നത് വരെയുള്ളതായിരുന്നു. സെഷൻ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുക. ബട്ട് പ്രൊസീജിയർ കഴിഞ്ഞുള്ള ഒരു 2 days എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയ്സ് ആണ്. പക്ഷേ ആ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഭക്ഷണം എന്തായിരിക്കും കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കിടന്ന് ഉറങ്ങണം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചായിരിക്കും. അങ്ങനെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നോർമലി തോന്നിയേക്കാം ഓക്കെ എങ്കിലൊന്ന് കുളിച്ചാലോ. പാടില്ല. അന്നത്തെ ദിവസം നമ്മൾ എന്താണേലും പോയി തല നനയ്ക്കാൻ പാടില്ല. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബോഡി ബാത്ത് എടുക്കാം. പിന്നെ അതിനുശേഷം ഫുഡും നമുക്ക് എന്ത് വേണേലും കഴിക്കാം, എന്നാലും അധികം സ്പൈസി ആൻഡ് ഓയിലി ടൈപ്പ് ഓഫ് ഫുഡ്സ് കഴിക്കാത്തതാണ് നല്ലത്. പിന്നീട് നമുക്ക് കഴിക്കാനായിട്ട് മെഡിക്കേഷൻസ് ഉണ്ടാവും. 5 days ലൈക്ക് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ പെയിൻ കില്ലർ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അങ്ങനെ മെഡിസിൻസ് ഉണ്ടാവും. ഭക്ഷണത്തിന് ശേഷം മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യാം. അതിലൊക്കെ ഉപരി സ്ലീപ്പിംഗ് പൊസിഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കിടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. എനിവേ ഞാൻ ജസ്റ്റ് ആ പൊസിഷൻ ഒന്ന് കാണിച്ചു തരാം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു നോർമൽ പൊസിഷനിൽ കിടക്കുന്നതായിരിക്കും ബെറ്റർ. അതും ഇതുപോലെ ഒരു നെക്ക് പില്ലോ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെരിഞ്ഞ് കിടക്കാം. ബട്ട് ഇംപ്ലാന്റഡ് ഏരിയ ഒരു കാരണവശാലും റബ്ബാവാതെ ശ്രദ്ധിക്കുക. ഉറക്കത്തിൻ്റെ ഇടയിൽ ഇംപ്ലാന്റഡ് ഏരിയ കൈ വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കാനോ അതും അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് വെച്ച് തലവഴി മൂടാനോ പാടില്ല. അപ്പോൾ ഈ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് അന്ന് രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റു നമുക്ക് അപ്പോഴും മലയാളികൾക്ക് ഒബ്വിയസ്ലി രാവിലെ കുളിക്കുന്ന ഒരു ശീലമുണ്ട്. തോന്നിയേക്കാം പോയി കുളിച്ചാലും, ബട്ട് പാടില്ല. മേല് കഴുകാം, തല നനയ്ക്കരുത്. ബട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ആ ഒരു ടൈം മുതൽ നോർമൽ സലൈൻ കൊണ്ട് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത ഏരിയയിൽ എവറി 2 hours സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നോർമൽ സലൈൻ സിറിഞ്ചിലേക്ക് ലോഡ് ചെയ്യുക. ശേഷം ഇംപ്ലാന്റഡ് ഏരിയയിൽ നല്ല ഫോഴ്സിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ദിവസവും ചെയ്തു കൊടുക്കുക. ഓരോ 2 hours കൂടുന്ന അനുസരിച്ച് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇത് കണ്ടിന്യൂസ് 7 days ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും വേണം എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ അല്ലേ. പക്ഷേ പ്രൊസീജിയറിന് ശേഷം നമ്മളിങ്ങനെ ഹെഡ് ഡൗൺ ചെയ്തിരുന്ന് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. മേ ബി നമ്മുടെ ഫേസിലേക്ക് സ്വെല്ലിങ് കൂടുതൽ വന്നേക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് തോന്നുന്ന ഒരു ഡൗട്ട്, ഈ ഒരു ബാൻഡേജ് റിമൂവൽ എന്നാണ് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അതിനായിട്ട് ക്ലിനിക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? സോ എൻ്റെ സെഷൻ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചായിരിക്കും. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.